ബലാത്സംഗ ഭ്രൂണഹത്യാ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കണ്ടെത്താനാകാതെ പോലീസ്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. അതേസമയം അടച്ചിട്ട മുറിയിൽ ജാമ്യഹർജി വാദം കേൾക്കണമെന്ന ആവശ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിച്ചു. പാലക്കാട്ടെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത സംഭവത്തിൽ പോലീസ് കെയർടേക്കറുടെ മൊഴി രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യഹർജി നാളെയാണ് പരിഗണിക്കുന്നത്. സീൽഡ് കവറിൽ അഭിഭാഷകൻ വഴി രാഹുൽ ചില വിവരങ്ങളും കൈമാറിയിരുന്നു. പിന്നാലെയാണ് മുൻകൂർ ജാമ്യഹർജിയിലെ വാദം അടച്ചിട്ട കോടതിയിൽ കേൾക്കണമെന്ന രാഹുലിന്റെ പുതിയ ആവശ്യം. CCTV ദൃശ്യങ്ങൾ കെയർടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും നശിപ്പിച്ചെന്ന നിഗമനത്തിലായിരുന്നു SIT. ഇതിന്റെ ഭാഗമായാണ് കെയർടേക്കറുടെ മൊഴി രേഖപ്പെടുത്തിയത്. CCTV സംവിധാനത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന് കെയർടേക്കർ മൊഴി നൽകി. രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന കാർ യുവനടിയുടേത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കാർ സംരക്ഷിച്ചിരുന്നത് പാലക്കാട്ടെ കോൺഗ്രസ് നേതാവെന്നാണ് സൂചന. കാർ സൂക്ഷിച്ചത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന കാറ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ MLAക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും ഇത്തരത്തിലുള്ള ഒരു പീഡന വീരനായിട്ടുള്ള MLAയെ സഹായിക്കുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. ഒരു കാരണവശാലും അതിലൊരു സത്യമില്ല. ആ കാറ് ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ വീട്ടിൽ ആ കാറ് വന്നിട്ടുമില്ല, ആ കാറുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. എൻ്റെ കാറ് ഈ കാറ് മാത്രമേ എൻ്റെ അടുത്ത് ഇവിടെയുള്ളൂ. രാഹുൽ കഴിഞ്ഞ ദിവസം വരെ ഒളിവിൽ കഴിഞ്ഞിരുന്ന തമിഴ്നാട്, കർണാടക അതിർത്തിയിലെ സ്ഥലത്ത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. രാഹുൽ കർണാടകയിലേക്ക് കടന്നതായും പോലീസ് സംശയിക്കുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.